ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചാരുമോളയും കൊണ്ടൊരു ഒരു യോദ്ധാവിനെ പോലെ അല്ലെങ്കിൽ ഒരു വിജയിച്ച ഭാവത്തിലാണ് നമ്മുടെ കിരൺ അവിടെ ഓഡിറ്റോറിയത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ആ ഒരു അതിസന്തോഷത്തോടെ നിൽക്കുമ്പോഴാണ് കിരൺ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ആ ഗുണ്ടകൾക്ക് പിന്നാലെ പോയതും അതിനുശേഷം ഒരു ചെറിയൊരു സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലാണ് അവരുടെ കടാരയുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ അവരെ കൊല്ലാൻ പോയൊരു ശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ടു വന്നതെന്നും ഒക്കെ കിരൺ പറയുന്ന സമയത്ത് അവർക്കിങ്ങനെ ഞെട്ടിത്തരിച്ച് കേട്ട് നിൽക്കുകയാണ്. കല്യാണി പ്രത്യേകിച്ച്, കാരണം ഇതിനു മുൻപും കല്യാണി സ്വപ്നം കണ്ടതാണല്ലോ കിരണിന് വിട്ടുകൊള്ളുന്നത്. തലനാരി കഴിക്കാൻ ഞാൻ രക്ഷപ്പെട്ടത് എന്ന് കിരൺ പറഞ്ഞു കഴിയുമ്പോഴേക്കും സേനം പൊട്ടിക്കരയാണ്. മോനെ കിരണേ എന്ന് പറഞ്ഞ് കിരണിനെ ചേർത്ത് നിർത്തുകയാണ്. എന്നിട്ട് അയാളിങ്ങനെ പൊട്ടിക്കരയാണ്. ഒരു അച്ഛൻ്റെ അത്രയും സങ്കടങ്ങളും മൊത്തം അയാളുടെ ആ കണ്ണീരിലുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് രൂപയും വിതുമ്പി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കല്യാണിയും ആ ഷോക്കിലാണ്. അപ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, മുഹൂർത്തത്തിന് മുമ്പേ മോളെയും കൊണ്ട് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് എത്തണമെന്ന് മാത്രമായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും കിരണിൻ്റെ ആ ഒരു ധൈര്യപൂർവ്വമുള്ള പ്രവൃത്തിക്ക് സങ്കടത്തോടു കൂടിയാണ് അനുമോദനം അറിയിക്കുന്നത്. അപ്പം കിരൺ അതൊന്നും വകവെക്കാതെ വേഗം പറയുന്നുണ്ട്, ഇനി മുഹൂർത്തത്തിന് 1 മിനിറ്റ് കൂടിയില്ല. കല്യാണി എന്താ നോക്കി നിൽക്കുന്നേ, വേഗം സോണിയെ വിളിച്ചോണ്ട് വാ. അത് കേട്ടപ്പോഴേക്കും കല്യാണി രൂപയും കൂടെ വേഗം തന്നെ കുഞ്ഞിനെയും കൊണ്ട് സോണിയുടെ അരികിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ സേനനും അഗസ്റ്റിനും കൂടെ കിരണിനെ ചേർത്ത് പിടിക്കുകയാണ്. കാരണം ഇത്രയും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് സഹായിച്ചതിനും അല്ലെങ്കിൽ അത് ഓവർകം ചെയ്ത് വന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ കല്യാണിയും രൂപയും കൂടെ കുഞ്ഞിനെയും കൊണ്ട് പോകുന്ന സമയത്ത് എല്ലാവരും സോണിക്കൊപ്പം ഇരുന്നിട്ട് എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ആശ്വസിപ്പിക്കാൻ എന്ന പോലെ തന്നെ ആൽബിയും കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ കല്യാണി വാതിൽ തുറന്ന് വന്ന സമയത്ത് എല്ലാവരും ഒരുപോലെ തല ഉയർത്തി നോക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ കല്യാണിയുടെ കയ്യിൽ ചാരുമോളെ കണ്ടപ്പോഴേക്കും എല്ലാവരും ഷോക്കാവുക, അതുപോലെ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷത്തിലാണുള്ളത്. ഒരു നിമിഷത്തെ ആ ഒരു ഷോക്ക് മാറിയപ്പോൾ തന്നെ സോണി പെട്ടെന്ന് എഴുന്നേറ്റ് വന്നിട്ട് മോളെ എന്ന് പറഞ്ഞിട്ട് ചാരുമോളെ ചേർത്ത് വാങ്ങിക്കുകയാണ് കല്യാണിയുടെ കയ്യിൽ നിന്ന്. ആൽബി വന്നിട്ട് സോണിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി തലോടുകയാണ്. അപ്പോഴേക്കും കല്യാണി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കിരണേട്ടൻ ദേ ഇപ്പോൾ കുഞ്ഞിനെ കൊണ്ട് വന്നതേ ഉള്ളൂ. ആ ഗുണ്ടകളെയൊക്കെ തല്ലി ഒതുക്കിയിട്ടാണ് കുഞ്ഞിനെ കൊണ്ടുവന്നത്. ഇപ്പോൾ സമാധാനമായല്ലോ, ദേ താലികെട്ടിനുള്ള സമയമായി, മുഹൂർത്തം കഴിഞ്ഞിട്ടില്ല, രണ്ടാളും വാ. അപ്പോഴേക്കും ചാരുമോളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സോണി ദീപയെ നോക്കിയിട്ട് പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ ദീപയും പറയുന്നുണ്ട്, ഇത്ര നേരം ശ്വാസം ശരിക്കും വിടാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത്. അപ്പോൾ ശാന്തേടത്തിയും പറയുന്നുണ്ട്, ഞങ്ങളെല്ലാവരും ഇത്ര നേരം പ്രാർത്ഥനയായിരുന്നു, മോളുടെ അമ്മ നേരാത്ത വഴിപാടില്ലാന്ന്. വിഷമത്തോടു കൂടിയും കല്യാണിയും പറയുന്നുണ്ട്, എല്ലാവരുടെയും അവസ്ഥ അതുതന്നെയായിരുന്നു ശാന്തേച്ചി. അപ്പോഴേക്ക് രൂപ വേഗം സോണിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിച്ചിട്ട് പറയുന്നുണ്ട്, വാ മോളെ. അങ്ങനെ എല്ലാവരും കൂടെ ഓഡിറ്റോറിയത്തിനകത്ത്, അതായത് രജിസ്റ്റർ ഓഫീസിനകത്തേക്ക് പോവുകയാണ്. അപ്പോഴേക്കും കിരൺ അടക്കമുള്ള ബാക്കിയുള്ള എല്ലാ ആണുങ്ങളും രജിസ്റ്റർ ഓഫീസിന് അകത്ത് തന്നെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഹാപ്പി ആയിട്ട് ഇവരെയും കാത്തിരിക്കുന്ന സമയത്താണ് ഡോറ് തുറന്നുകൊണ്ട് ശരണ്യ വരുന്നത്. ശരണ്യ ഡോറ് തുറന്നപ്പോൾ തന്നെ ചോദിച്ചത്, കല്യാണം കഴിഞ്ഞോ? അപ്പോൾ കിരൺ മാത്രമേ പുഞ്ചിരിക്കുന്നുള്ളൂ, ബാക്കി ആർക്കും ശരണ്യെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആളെ മനസ്സിലാവാത്ത രീതിയിൽ തന്നെയാണ് സേനൻ്റെയൊക്കെ മുഖമുള്ളത്. അപ്പോൾ കിരൺ ചിരിക്കുന്ന കണ്ടപ്പം സേനൻ ചോദിക്കുന്നുണ്ട്, കിരണേ ഇതാരാടാ? അപ്പോഴേക്കും ശരണ്യ അകത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അച്ഛാ, ഇതാണ് കല്യാണി പറയാറുള്ള ശരണ്യ, വിക്രത്തിൻ്റെ ഭാര്യ. അപ്പോൾ സേനനും പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, മോള് വരുമെന്ന് എന്നോട് കല്യാണി പറഞ്ഞായിരുന്നു. മോളുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാട്ടോ. അപ്പോഴേക്ക് ശരണ്യയുടെ മുഖത്ത് നിന്ന് ആ പുഞ്ചിരി മാഞ്ഞിട്ട് ഒരു സങ്കടമൊക്കെ വരികയാണ്. എന്നിട്ട് ശരണ്യ പറയുന്നുണ്ട്, സോണിയുടെ ജീവിതം എൻ്റെ ഒപ്പം ജീവിക്കുന്നവനല്ലേ തകർത്തത്, അതുകൊണ്ട് ഈ ചടങ്ങിന് സാക്ഷിയാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്നിട്ട് കല്യാണി ചേച്ചി വിളിച്ചപ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വിഷമമായിരിക്കുന്ന സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ പുറത്തു നിന്നത്. ഇപ്പോഴാണ് കല്യാണി ചേച്ചി വിളിച്ച് പറഞ്ഞത് കുഞ്ഞെത്തിയെന്ന്. അപ്പോഴേക്കും എല്ലാവരുടെ മുഖത്തും ആ ഒരു ഇത്ര നേരം അതിജീവിച്ച ആ ഒരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സമാധാനം വരുന്നുണ്ട്. അപ്പോഴേക്കും ഡോറ് തുറന്നുകൊണ്ട് ആൽബിയും അതുപോലെ തന്നെ സോണിയും ബാക്കിയുള്ള എല്ലാവരും കൂടെ അതിനകത്തേക്ക് വരികയാണ്. എല്ലാവരുടെയും മുഖത്ത് ഇത്ര നേരം ഉണ്ടായിരുന്ന ആ ഒരു പരീക്ഷണങ്ങളൊക്കെ അതിജീവിച്ച ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും രജിസ്ട്രാറും പറയുന്നുണ്ട്, എന്തായാലും എല്ലാവരും മുഹൂർത്തത്തിന് മുമ്പ് തന്നെ എത്തിയല്ലോ, ഇനി ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് കെട്ടിക്കോ. അപ്പോഴേക്കും ആൽബിയുടെ മമ്മി ഒരു താലി എടുത്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആൽബി അത് നിവർത്തി എടുത്തിട്ട് സേനനെ കാണിക്കുന്ന സമയത്ത് സേനൻ കൈകൊണ്ട് അനുഗ്രഹം പോലെ കാണിച്ചു കൊടുക്കുകയാണ്. കെട്ടിക്കോ എന്നുള്ളതിൽ ധൈര്യത്തിൽ കെട്ടിക്കോ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ കാണിക്കുകയാണ്. മാത്രമല്ല അയാളുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആൽബി ആ ഒരു താലി എടുത്തിട്ട് സോണിയുടെ കഴുത്തിലേക്ക് അണിയാൻ വേണ്ടി പോവുകയാണ്. അവന് മുന്നിൽ കൈകൂപ്പി നിന്നുകൊണ്ട് സോണി ആ താലിമാല സ്വീകരിക്കുകയാണ്. അങ്ങനെ ആൽബിയുടെയും സോണിയുടെയും വിവാഹം, അതായത് താലികെട്ട് മംഗളമായിട്ട് നടന്നു. അങ്ങനെ എല്ലാ കുഴപ്പങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുഹൂർത്തം അവസാനിക്കും മുമ്പ് തന്നെ ആൽബി സോണിയുടെ കഴുത്തിൽ താലി ചാർത്തി. അങ്ങനെ എല്ലാവരും കൈയടിച്ച് അതിനെ സന്തോഷം അറിയിക്കുകയാണ്. എല്ലാവരും പരസ്പരം സന്തോഷം അറിയിക്കുകയാണ്. അതിനുശേഷം ആൽബി സോണിയെ നോക്കുന്നുണ്ട്, കാരണം തൻ്റെ ഭാര്യയായിരിക്കും എന്നൊരർത്ഥത്തിൽ. അപ്പോഴേക്കും സേനൻ എഴുന്നേറ്റിട്ട് പൂമാല അവർക്ക് രണ്ടുപേർക്ക് ചാർത്താനുള്ള മാല കൊണ്ടുപോയി കൊടുക്കുകയാണ്.
കിരൺ അത് വാങ്ങിച്ചിട്ട് ആൽബിക്ക് സോണിക്കും കൊടുക്കുന്നുണ്ട്. അപ്പം സോണി ആൽബിയുടെ കഴുത്തിൽ മാല ചാർത്താൻ പോകുമ്പോഴേക്കും കിരൺ പറയാം, ഏയ് അങ്ങനെ പെട്ടെന്ന് മാല ചാർത്തരുത്, കുറച്ച് പണിയൊക്കെ കൊടുക്കണം എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ പിന്നെ എല്ലാവരും അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാന്നുള്ള ഭാവത്തിൽ എല്ലാവരും കൂടെ അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. ആൽബി കുറച്ച് കളിപ്പിക്കും, സോണിയെ കഴുത്തിൽ മാല അണിയാൻ ആദ്യമൊന്നും വിടില്ല, പിന്നെ ലാസ്റ്റ് തല താഴ്ത്തി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സോണിയും തിരിച്ചതുപോലെ തന്നെ ആൽബിക്ക് പണി കൊടുത്തതിന് ശേഷം അവസാനമാണ് മാല ചാർത്താൻ അനുവദിക്കുന്നത്. രണ്ടുപേരും പരസ്പരം മാല ചാർത്തിയതിന് ശേഷം കണ്ണുകളിലേക്ക് നോക്കുകയാണ്. രണ്ടുപേരുടെയും കണ്ണുകളിൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രണയവും ഒരുപോലെ കാണാൻ പറ്റുമായിരുന്നു. അതിനൊക്കെ ശേഷം എല്ലാവരും പരസ്പരം കൈയടിക്കുകയാണ്. അതിനുശേഷം ദീപ പറയുന്നുണ്ട്, ഈ കല്യാണം കാണാൻ വിക്രമും അവൻ്റെ അച്ഛനും വേണമായിരുന്നു മോളെ. അപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, ഇന്ന് അവർ വരാൻ പാടില്ല അമ്മേ, അവർ കാഴ്ചകൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കിരണും കല്യാണി അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവർ വെച്ചിട്ടുള്ള 8ൻ്റെ പണിയൊക്കെ അത്രയും പണികൾ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, നമുക്ക് ഈ മൊമെൻറ്റ്സൊക്കെ ഒന്ന് ഫോട്ടോ എടുത്താലോ. അപ്പോൾ എല്ലാവരും അതിനു വേണ്ടി റെഡി ആവുകയാണ്. അങ്ങനെ കിരൺ ഫോൺ എടുത്തിട്ട് സെൽഫി എടുക്കുകയാണ്, എല്ലാവരെയും ചേർത്തുകൊണ്ട് സെൽഫി എടുക്കുകയാണ്. അങ്ങനെ ശുഭമായി കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഓരോ ഭാഗത്തായിട്ടാണ്, ഓഫീസിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതിനുശേഷം സേനനും കിരണും അതുപോലെ തന്നെ രൂപയും കല്യാണി നിൽക്കുന്ന ഒരു ഭാഗമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ സേനൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഇനി അവനെ വെറുതെ വിടുന്ന പ്രശ്നമില്ല, എൻ്റെ മക്കൾക്കും മരുമക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കൊപ്പം എനിക്ക് ജീവിക്കാൻ വേണ്ടി അത് ചെയ്തേ പറ്റൂ. പക്ഷേ കുറച്ചൊരു മുഖത്തിൽ വലിഞ്ഞ മുറുകിയ മുഖത്തോടു കൂടി തന്നെയാണ് കിരണും ഉള്ളത്, കേട്ട് നിൽക്കുന്നത്. പക്ഷേ കിരൺ പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് അച്ഛനൊന്ന് കേൾക്കണം, അങ്ങനെ ഒറ്റയടിക്ക് പോകേണ്ടവനല്ല അയാൾ, ഇഞ്ചിഞ്ചായി വേണം അയാൾക്കുള്ള ശിക്ഷ കൊടുക്കാൻ. അപ്പം സേനൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഉദ്ദേശിക്കുന്നേ? അതൊക്കെ ഞാൻ പിന്നീട് പറയാം, അച്ഛനും അമ്മയും ഒന്നിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങൾ സന്തോഷത്തോടെ മുന്നോട്ട് പോകണം. അപ്പോഴേക്കും രൂപയുടെ മുഖമൊക്കെ വലിഞ്ഞ് മുറുകിയിട്ടാണുള്ളത്. രാഹുലിനെ കുറിച്ച് ഓർക്കും തോറും എല്ലാവർക്കും അതേ അവസ്ഥ തന്നെയാണ്. അപ്പം കിരൺ പറയാണ്, മകനായിട്ട് ഞാനുണ്ട്, ഇത്തരം കാര്യങ്ങൾ ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം. അപ്പോഴേക്കും കല്യാണിയും പറയുന്നുണ്ട്, അത് മതി അച്ഛാ, എനിക്കാരും നശിച്ചു പോകുന്നതിനോട് താല്പര്യമില്ല, പക്ഷേ കൊച്ചു കുഞ്ഞുങ്ങളോട് പോലും ഉപദ്രവിക്കാൻ മടി കാണിക്കാത്ത ഇത്തരക്കാർ ഈ ഭൂമിയിൽ നിന്ന് എത്രയും വേഗം നശിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ രൂപ അതേപോലെ തന്നെ പറയാണ്, ചന്ദ്രേട്ടനെ സ്നേഹിച്ച് അവസാനം കൊല്ലാൻ അവൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്, അത് തിരിച്ചായാലോ ചന്ദ്രേട്ടാ? അപ്പോൾ സേനൻ ചോദിക്കുന്നുണ്ട്, താൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്തു കൊടുത്താലും അയാളത് കഴിക്കും, എങ്കിൽ പിന്നെ സ്നേഹത്തോടെ വിളിച്ചു വരുത്തിയിട്ട് അവസാനത്തെ സദ്യ കൊടുക്കുന്നതല്ലേ നല്ലത്. സേനനും അത് കേട്ടിട്ട് ആലോചിക്കുകയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, അതൊന്നും വേണ്ടാന്ന് ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ, അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ മരണമൊന്നുമല്ല, അതിനപ്പുറം ചിലതുണ്ട്, അതിന് പറ്റിയൊരു മരുമോനും കൂടെയുണ്ട്, മനോഹരൻ. ഞങ്ങൾ എന്ത് പറഞ്ഞാലും അവനതനുസരിച്ചേ പറ്റൂ, അവനെ കരുവാക്കിക്കൊണ്ട് ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തോളാം. അപ്പോൾ കല്യാണിയുടെ മുഖത്തും പുഞ്ചിരി വിരിയാണ്. പക്ഷേ സേനൻ അതൊന്നും തൃപ്തിപ്പെടുത്തുന്നില്ല. സേനൻ പറയുന്നുണ്ട്, എൻ്റെ സ്വഭാവത്തിനുണ്ടല്ലോ അവൻ്റെ ചോര കാണേണ്ടതാ. അപ്പോൾ കിരൺ തലയണക്കിക്കൊണ്ട് പറയുന്നുണ്ട്, രക്തച്ചൊരിച്ചിലൊന്നും ഇല്ലാതെ തന്നെ കൈകാര്യം ചെയ്തോളാമെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞല്ലോ. ഇവിടെ അതിനുവേണ്ടി അച്ഛൻ്റെ കൂട്ടുകാരുടെ സഹായം ഒന്നും തേടണ്ട. ഞാൻ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നാൽ അയാളുടെ സകല പ്ലാനിങ്ങും അവിടെ തീർന്നോളും. എല്ലാവരുടെയും മുഖത്ത് ഒരുപോലെ കൗശലത്തിൻ്റെ ചിരിവിരിയാണ്. രാഹുലിൻ്റെ മുഖത്ത് വിരിയുന്ന അതേ ചിരി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശരണ്യ വരുന്നുണ്ട്. ചേച്ചി. അപ്പം കല്യാണി തിരിഞ്ഞു നോക്കുകയാണ്. അപ്പം ശരണ്യ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ഇനി ഞാൻ പോയിക്കോട്ടെ? അപ്പോൾ ഒന്ന് മടിച്ചതിന് ശേഷം കല്യാണി ചോദിക്കുകയാണ്, അവിടെ ചെന്നിട്ട് സോണിയുടെ കല്യാണം കഴിഞ്ഞ കാര്യം പറയുമോ? അപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, അങ്ങനെ പറയാൻ പറ്റുമോ ചേച്ചി? അതൊക്കെ അവരറിയേണ്ട രീതിയിൽ അറിഞ്ഞാൽ പോരെ. നാളെ അവിടെ നല്ലൊരു സദ്യ ഒരുക്കുന്നുണ്ട്. കല്യാണി ചേച്ചിയുടെ അമ്മൂമ്മ നന്നായിട്ട് പാചകം ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, അതൊക്കെ കണ്ടാ ഞാനും പഠിച്ചത്. അപ്പോൾ ശരണ്യ ചിരിച്ചുകൊണ്ട് പറയാണ്, അതുകൊണ്ട് നാളെ അമ്മയും മകനും കൊച്ചുമോനും കൂടെ അടുക്കളയിൽ കയറട്ടെ, എന്നിട്ട് ഗംഭീരമായിട്ടൊരു സദ്യ ഒരുക്കും. 8 കൂട്ടം കറികളൊക്കെ ആയിട്ട് ഒരു സദ്യ. അപ്പോൾ എന്താണ് ശരണ്യ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവാത്ത മുഖമാണ് എല്ലാവരുടേതും. അപ്പം ശരണ്യ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പായസം ഉണ്ടാവും, അങ്ങനെ ഒരു സദ്യയൊക്കെ ഒരുക്കി അവർ കാത്തിരിക്കട്ടെ, അത് കഴിഞ്ഞറിഞ്ഞാൽ മതി എന്താ നടന്നതെന്ന്. ശരി ചേച്ചി. അങ്ങനെ കല്യാണിനോട് യാത്ര പറഞ്ഞിട്ട് ശരണ്യ അവിടുന്ന് പോവുകയാണ്. അതിനുശേഷം കല്യാണി പറയുന്നുണ്ട്, ഒരു വശത്ത് കിരണേട്ടൻ്റെ അങ്കിളും കുടുംബവും, മറുവശത്ത് എൻ്റെ ആങ്ങളെയും കുടുംബവും. അവൻ ശരണ്യയോട് ചെയ്തത് ഒരിക്കലും മറക്കാനും പൊറുക്കാനും പറ്റില്ല. അവസരം കിട്ടിയാ ഇനി സ്വന്തവും ബന്ധമൊന്നും ഇല്ലമ്മേ. ശരണ്യക്കൊപ്പം ചേർന്നിട്ട് അവൻ്റെ പുറത്തുള്ള ജീവിതം അവസാനിപ്പിക്കും ഞാൻ. കിരൺ കല്യാണിയുടെ അഭാവമാറ്റം നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, ഇന്ന് സോണിക്ക് കിട്ടിയത് നല്ലൊരു ബന്ധമാണെങ്കിലും സോണിയെ ഒരുപാട് കരയിപ്പിച്ചതാ അവൻ. ഒന്നും ഞാൻ മറന്നിട്ടില്ല, ഒരുപാട് ക്ഷമിച്ചു അവരോടൊക്കെ. ഇനിയും ക്ഷമിച്ചാ കിരണേട്ടൻ പറയുന്നത് പോലെ ആ ദൈവവും പൊറുക്കില്ല, ആ ബോധം എനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി അവിടുന്ന് പോവുകയാണ്. അപ്പോൾ എല്ലാവരും കല്യാണിയുടെ ആ ഒരു ഭാവമാറ്റം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കിരണും പറയുന്നുണ്ട്, കല്യാണി ശരിക്കും മാറിക്കഴിഞ്ഞു, ഇനി വിക്രമും അവൻ്റെ അച്ഛനും
എൻ്റെ അങ്കിളും ഒന്നും കല്യാണിയിൽ നിന്ന് യാതൊരു സിമ്പതിയും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ രൂപയും സേനനും കിരണിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, അച്ഛനും അമ്മയും യാതൊന്നിലും ഇടപെടണ്ട, പോവേണ്ട അടുത്തൊക്കെ പോയിക്കോ. തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ ഞാൻ എല്ലാം ക്ലിയർ ആക്കിക്കോളാം. കല്യാണത്തിനൊക്കെ ശേഷം സോണി അവിടെ നിന്ന് യാത്രയാവുകയാണ്. അതായത് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം പാറുമോള് അഗസ്റ്റിൻ അച്ചായൻ്റെ കൂടെയും മമ്മിയുടെ കൂടെയും, അതായത് ആൽബിയുടെ മമ്മിയുടെ കൂടെയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആൽബിയുടെ മമ്മി പറയുന്നുണ്ട്, ഇടയ്ക്ക് സോണി മോളോടൊപ്പം മോളും വീട്ടിൽ വന്ന് നിൽക്കണം കേട്ടോ എന്നൊക്കെ പറയുന്ന സമയത്ത് പാറുമോൾ പുഞ്ചിരിക്കുകയാണ്. സോണി പറഞ്ഞപ്പോൾ മനസ്സിലായി മോളെ എത്രമാത്രം ഇഷ്ടമാണെന്ന്. അപ്പോൾ പാറുമോൾ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതൊക്കെ പറയണോ വല്യമ്മേ, ഞങ്ങൾക്ക് സോണി ആൻറ്റിയെ കാണണം തോന്നുമ്പോഴൊക്കെ ഞങ്ങൾ വന്നിരിക്കും. അവിടേക്ക് മാത്രമല്ല, അങ്ങ് അമേരിക്കയിലും. അപ്പോഴേക്കും ആൽബിയെയും കൊണ്ട് സേനനും അതുപോലെ തന്നെ കിരണും വരികയാണ്. അപ്പോൾ അവരടുത്ത് വന്ന സമയത്ത് അച്ചായൻ പറയുന്നുണ്ട്, ഈ പാറുമോളെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരണമെന്ന് പറയായിരുന്നു. അപ്പോൾ കിരൺ ചിരിച്ചുകൊണ്ട് പറയും, അങ്കിൾ അത് മോളോട് പറയേണ്ട ആവശ്യമില്ല, ആരുടെ സഹായം ഇല്ലെങ്കിലും അവൾ ഒറ്റയ്ക്ക് വന്നോളും. ഇവളെ നിങ്ങൾ കാണുന്നത് പോലെയല്ല, ഒരു ഒന്നൊന്നര ഇന. മോളുടെ മുന്നിൽ ബകാസുരനും ഭാര്യയും മോളും ഒക്കെ ആലിലെ പോലെ വിറച്ചിട്ടുണ്ട്. കിരണിൻ്റെ സംസാരം കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ പാറുമോൾ പറയുന്നുണ്ട്, ഇപ്പം അഹങ്കാരം ഇച്ചിരി ഒന്ന് കുറക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ചിരിക്കുക. അപ്പോൾ അച്ചായൻ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് കൊള്ളാലോ എന്ന അർത്ഥത്തിൽ തലയാട്ടുകയാണ്. അപ്പോഴേക്കും സേനം പറയുന്നുണ്ട്, ബൈജു ഇല്ലാത്തതാ മോളുടെ ആകെ ഒരു വിഷമം. അപ്പോൾ പാറു ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ബൈജു ചേട്ടൻ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബൈജു ചേട്ടൻ വന്നാൽ പിന്നെ നേരം പോകുന്നത് അറിയത്തേയില്ല. അപ്പോൾ ബൈജുവിൻ്റെ അമ്മാവൻ അവിടെ ഉണ്ടായിരുന്നു. അയാളും പറയാണ്, അത് മോള് പറഞ്ഞത് ശരിയാ. അപ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഹരിയേട്ടൻ പറയാണ്, ഇന്നത്തെ സംഭവം ഓർത്തിട്ട് പേടിയാവുക സാറേ, നമുക്കെല്ലാവർക്കും കൂടി പെണ്ണിനെയും ചെറുക്കനെയും വീട് വരെ കൊണ്ടാക്കിയാലോ സേനൻ സാറേ. അപ്പോൾ ആൽബിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സേനൻ പറയുന്നുണ്ട്, ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എൻ്റെ ആൾക്കാർ ഇവരുടെ പിന്നാലെ തന്നെ ഉണ്ടാവും. പെട്ടെന്നൊന്നും ഇനി ഇവരെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോഴേക്കും സോണിയും കൂട്ടിക്കൊണ്ട് ബാക്കിയുള്ള എല്ലാവരും അവിടെ രജിസ്റ്റർ ഓഫീസിന് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ആൽബിയുടെ മമ്മി പറയുന്നുണ്ട്, ദേ മോള് വരുന്നു. അങ്ങനെ സോണി നേരെ വന്നിട്ട് സേനനെ കെട്ടിപ്പിടിക്കുകയാണ്. ഒരച്ഛനും മകളും കല്യാണം കഴിഞ്ഞ് പിരിയുമ്പോഴുള്ള ആ ഒരു വിരഹവേദന. അപ്പോൾ സേനൻ മകളെ കെട്ടിപ്പിടിച്ച് അതുപോലെ തന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. അതിനുശേഷം കിരണിൻ്റെ അടുത്തേക്കാണ് സോണി പോകുന്നത്. അപ്പോഴേക്കും സേനൻ കണ്ണൊക്കെ തുടക്കുകയാണ്. കിരണും അനുഗ്രഹിച്ച ശേഷം ആൽബിയോട് ചോദിക്കുന്നുണ്ട്, നാളെ രാവിലെ മോളെയും കൂട്ടി വീട്ടിലേക്ക് വരില്ലേ? അപ്പോൾ ആൽബി വാക്ക് കൊടുക്കുകയാണ്, വരും. അതിനുശേഷം രൂപയോടായിട്ട് കല്യാണി പറയുന്നുണ്ട്, എന്തിനാ അമ്മേ മോൾ ഇങ്ങനെ വിഷമിക്കുന്നേ? മോളിന്ന് അമേരിക്കയിലേക്കൊന്നും അല്ലല്ലോ പോകുന്നേ, ഇവിടെ അടുത്തേക്ക് തന്നെയല്ലേ? അപ്പോൾ അച്ചായനും ചിരിച്ചുകൊണ്ട് പറയും, അതെ അതെ. അതിനുശേഷം സോണി നേരെ വന്ന് രൂപയെ കെട്ടിപ്പിടിക്കുകയാണ്. അതിനുശേഷം കല്യാണിയെ, കാരണം അവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് അങ്ങനെയാണല്ലോ. കല്യാണിക്ക് ഒത്തിരി വിഷമാവുന്നുണ്ടായിരുന്നു. പക്ഷേ സോണി സന്തോഷത്തോടൊരു പുതിയ ജീവിതം തുടങ്ങുന്നതിലെ സന്തോഷവും. അതിനുശേഷം സോണി ദീപയെയും ശാന്തേടത്തെയും എല്ലാവരെയും കെട്ടിപ്പിടിച്ചിട്ട് യാത്ര ചോദിക്കുകയാണ്. അതിനുശേഷം രൂപ ചോദിക്കുന്നുണ്ട്, ചാരുമോള് വേണമെങ്കിൽ എൻ്റെ ഒപ്പം നിന്നോട്ടെ മോളെ. അപ്പോൾ ആൽബിയാണ് മറുപടി പറയുന്നത്, അത് വേണ്ട അമ്മേ, മോളില്ലാതെ ഒരു നിമിഷം പോലും സോണിക്ക് നിൽക്കാനാവില്ല. അത് കേൾക്കുന്ന സമയത്ത് സോണിക്ക് സന്തോഷമാവുകയാണ്. അപ്പോൾ ആൽബി പറയുന്നുണ്ട്, അത് മാത്രമല്ല, ഇനി ഞങ്ങൾക്കൊപ്പമല്ലേ മോള് ജീവിക്കേണ്ടത്, ഞങ്ങളെയൊക്കെ ഒന്ന് കണ്ടു പഴകട്ടെ. അപ്പോൾ അച്ചായനും ചിരിച്ചുകൊണ്ട് പറയാണ്, പിന്നല്ലാതെ ഞങ്ങൾക്കും സമയം പോകണ്ടേ രൂപേ. അപ്പോൾ രൂപ തലയാട്ടുകയാണ്. അങ്ങനെ ശാന്തേടത്തിയുടെ കയ്യിൽ നിന്ന് ആൽബിയുടെ മമ്മി വന്നിട്ട് ചാരുമോളെ വാങ്ങിക്കുകയാണ്. അപ്പോൾ തന്നെ അച്ചായൻ കുഞ്ഞിനെ കളിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അതിനുശേഷം അച്ചായൻ പറയാണ്, ഇങ്ങനെ ഒരു ബന്ധം കർത്താവ് നേരത്തെ തീരുമാനിച്ചതാ, അതുകൊണ്ട് കല്യാണ മുടക്കുകൾ പലവട്ടം തീരുമാനിച്ചിട്ടും നിങ്ങളെ രണ്ടാക്കാൻ പറ്റാഞ്ഞത്. എല്ലാവരുടെയും മുഖത്ത് ആ ഒരു സന്തോഷവും അതുതന്നെയാണ് സത്യം എന്നൊരു അർത്ഥത്തിൽ എല്ലാവരും പുഞ്ചിരിക്കുകയാണ്. അതിനുശേഷം ആൽബിയുടെ മമ്മി പറയണം, നമുക്ക് ഇറങ്ങാം. ഇറങ്ങാം. അങ്ങനെ കിരൺ ആൽബിയോട് പറയുന്നുണ്ട്, വൈകുന്നേരം കല്യാണിയും കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം. അപ്പം എല്ലാവരോടും യാത്രയൊക്കെ ചോദിച്ചുകൊണ്ട് അവരുടെ വണ്ടിയിലേക്ക് കയറുകയാണ്. എല്ലാവരും കൈവീശി കാണിച്ച് അവരെ യാത്രയാക്കുന്നുണ്ട്. അവർ പോയതിനു ശേഷം സേനൻ രൂപയെ ചേർത്ത് പിടിക്കുകയാണ്. അതായത് മകളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു നല്ല മുഹൂർത്തം വരുന്ന അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു ആ കണ്ണുകളിൽ. മകൾ പോയതിൻ്റെ ആ ഒരു സങ്കടവും, പക്ഷെ മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയതിൻ്റെ സന്തോഷവും ഒക്കെ. അതുപോലെ കല്യാണിയാണെങ്കിലും ദീപയാണെങ്കിലും എല്ലാവർക്കും ഒത്തിരി സന്തോഷമാണ്. വിക്രം കാരണം തകർന്നൊരു ജീവിതം വീണ്ടും പുതിയൊരു ജീവിതം കിട്ടിയതിലൊരു സന്തോഷം. എല്ലാവരുടെ മുഖത്തും ഒരേ സമയം കണ്ണീരുണ്ട്, അതുപോലെ തന്നെ സന്തോഷമുണ്ട്. ആ ഒരു ഫീലാണ് സോണിക്ക് നല്ലൊരു ജീവിതം കിട്ടിയതിൽ. അതുപോലെ തന്നെ കിരണാണെങ്കിലും ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തതെല്ലാം പൂർണ്ണ സംതൃപ്തിയിലാണുള്ളത്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും നല്ലൊരു എപ്പിസോഡായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. നാളത്തെ എപ്പിസോഡ് എന്തൊക്കെയാണ് സംഭവിക്കണം നമുക്ക് ആദ്യം തന്നെ കണ്ടു നോക്കി. ഇന്നത്തെ കഥ എങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. പുതിയ എപ്പിസോഡിൻ്റെ കഥ വിശേഷങ്ങളൊക്കെ നാളെ കാണാം. അതുവരെയും ബൈ.